ഹലോ PSC ആസ്പിരൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ലൈഫിൽ ഓവറോൾ ഒരു ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വന്നാലോ. ഞാൻ വിഷ്ണുപ്രിയ, PSC ആസ്പിരന്റ്. അതിനുപരി സെൽഫ് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. സോ 2025 മുതൽ ശ്രമിച്ച് 2026 ഞാൻ അച്ചീവ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്. ഇന്ന് കിടന്ന് നാളെ എണീക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല അതെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒരുപാട് നാളത്തെ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ലൈഫ് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ദിവസവും 1% മെച്ചപ്പെടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അറ്റോമിക് ഹാബിറ്റ്സ് എന്നൊരു ബുക്കുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡെയിലി നമ്മൾ 1% ഡെവലപ്പ് ചെയ്യാൻ, ഒരു ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടാക്കാൻ നമ്മുടെ ലൈഫിൽ ശ്രമിക്കാവുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ ഒരുപാട് വീഡിയോസിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഡെയിലി 1%, അല്ലാതെ നമ്മൾ ഒരു ദിവസം നമ്മൾ നാളെ എണീക്കുമ്പോൾ 100% നന്നാവാൻ പറ്റും എന്ന് കരുതി ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഡെയിലി 1% ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് വന്നാലോ. ഫസ്റ്റ് വൺ, രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇന്ന് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് പറയുവാണ് നാളെ ഞാൻ 5 മണിക്ക് എഴുന്നേക്കും എന്ന് പറഞ്ഞ് എനിക്ക് നാളെ 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് നിങ്ങൾ 9 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ നാളെ 8:30-ക്കോ 8 മണിക്കോ എഴുന്നേക്കാൻ നോക്കുക. അങ്ങനെ അരമണിക്കൂർ മുന്നേ എഴുന്നേക്കാൻ നോക്കുക. അപ്പോൾ ഇന്ന് ഒരു 7 മണിക്ക് എഴുന്നേക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ 6:30-ക്ക് എഴുന്നേക്കുക. അങ്ങനെ അത് ഒരാഴ്ച ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അങ്ങനെ പോയി ഒരു 5 മണി എന്നുള്ളത് സെറ്റ് ചെയ്ത് ആ ഒരു 5 മണിക്ക് പിന്നീട് എഴുന്നേക്കാൻ നോക്കുക. ഇത് നമുക്ക് 1 മാസം 2 മാസം 3 മാസമൊക്കെ ചിലർക്ക് എടുത്തെന്ന് വരാം. ആ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഓരോ ദിവസം കുറച്ചുകൂടി നമ്മൾ എഴുന്നേക്കുന്നതിന് 5 മിനിറ്റെങ്കിലും മുന്നേ, ഒട്ടും പറ്റാത്തവർ 5 മിനിറ്റെങ്കിലും മുന്നേ എഴുന്നേക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് വരാം. സെക്കൻഡ് വൺ, വർക്കൗട്ട് എന്നതാണ്. മിനിമം ഹാഫ് അവർ വർക്കൗട്ട് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകണമെന്നുള്ളവർക്ക് ജിമ്മിൽ പോവാം. ഇനി അങ്ങനെ പറ്റാത്തവർക്ക് വെറുതെ നടക്കുന്നതാവാം. അല്ലെങ്കിൽ ഇപ്പോൾ TV-യിലോ നമുക്ക് യൂട്യൂബ് നമ്മുടെ ഫോണിലൊക്കെ യൂട്യൂബ് ഇട്ടിട്ട് അതിലെ വീഡിയോസ് നോക്കി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് വർക്കൗട്ട് ചെയ്യാൻ ഒരുപാട് വഴികളിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ നോക്കുക. രാവിലെ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നടക്കാൻ നോക്കുക. അതാണ് സെക്കൻഡ് വൺ. ഇനി തേർഡ് വണ്ണിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ PSC ആസ്പിരൻ്റ് ആണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സാമിനാണോ പഠിക്കുക അതിന് വേണ്ടി ഒരു 6 അവർ ചിലവഴിക്കുക എന്നതാണ്. ഇതും നാളെ എണീറ്റാൽ പറ്റുന്ന ഒരു കാര്യമല്ല, പതിയെ കൂട്ടി വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നാളെ എണീക്കുമ്പോൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ പഠിക്കാൻ നോക്കുക. 1 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ പഠിക്കുക. അല്ലെങ്കിൽ മൊത്തം ഡേ ഇപ്പോൾ അരമണിക്കൂർ, പിന്നെ കുറേ ഇൻ്റർവൽ എടുത്തിട്ട് അരമണിക്കൂർ, അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ച് അങ്ങനെ ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കാൻ നോക്കുക. അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൈമർ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഫോണിൽ നമുക്ക് ടൈമർ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പതിയെ കൂട്ടി ഒരു 6 മണിക്കൂർ നമ്മുടെ ഒരു എയിം, നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി 6 മണിക്കൂർ ഡെയിലി ചിലവഴിക്കുക എന്നൊരു ഇതിലേക്ക് എത്തുക. പതിയെ എത്തുക. ദെൻ നാലാമത്തെ വൺ, ഈറ്റ് ഹെൽത്തി ആൻഡ് ഡ്രിങ്ക് 2 ലിറ്റർ വാട്ടർ എന്നുള്ളതാണ്. ഇത് ഒരിക്കലും ഉടനെ പറ്റുന്നൊരു കാര്യമല്ല. ഞാനും ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡും ഒക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ കഴിച്ചാലും നമ്മുടെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യം ഒന്ന് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നൈറ്റ് ഫ്രൂട്ട്സ് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ ഡെയിലി ഒരു ഫ്രൂട്ട് നമ്മുടെ ലൈഫിലേക്ക്, ഒരു ഡെയിലി ലൈഫിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഡെയിലി ചായ കുടിക്കുന്നവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ പതിയെ പറ്റുമെന്ന് നോക്കുക. ഇപ്പോൾ 3 നേരം ചായ കുടിക്കുന്നവരൊക്കെ ഉണ്ടാവും, അപ്പോൾ 2 നേരമൊക്കെ അങ്ങനെ നമ്മുടെ മധുരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കുക. അതേപോലെ 2 ലിറ്റർ വാട്ടർ, അത് ഒരു ബോട്ടിൽ വാങ്ങിച്ച് എന്നും നിറച്ച് വെച്ച് കുടിക്കുക. അതിനും പിന്നെ ആ ഒരു വഴിയുള്ളൂ, അല്ലാതെ നമ്മൾ കുടിക്കത്തില്ല. അപ്പോൾ 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ തന്നെ വാങ്ങി അത് എപ്പോഴും നമ്മളെ കൂടെ തന്നെ കൊണ്ട് നടക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നും, കുടിക്കും. അല്ലെങ്കിൽ നമ്മൾ കുടിക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കുക. ഇനി 5ാമത്തെ കാര്യം, റീഡ് എ ബുക്കാണ്. അതായത് നമ്മൾ ഒരു പേജ് നമ്മൾ ഡെയിലി വായിക്കുക എന്നതാണ്. അത് ഇപ്പോൾ നോവൽ വായിക്കുന്നവർക്ക് അങ്ങനെ വായിക്കാം. എന്നാലും മൈ സജഷൻസ് എന്ന് പറയുന്നത് സൈക്കോളജി റിലേറ്റഡ് അങ്ങനത്തെ കുറച്ച് ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുറേ ടൈപ്പ് ബുക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇക്കിഗായി, അറ്റോമിക് ഹാബിറ്റ്സ്, ദ സീക്രട്ട്, ഈറ്റ് എ ഫ്രോഗ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാൻ പറ്റുവാണെങ്കിൽ വായിക്കുക. അതിൽ ഓരോ പേജ് ഡെയിലി വായിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ലൈഫിലേക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ദെൻ 6th വൺ, ലാസ്റ്റ് വൺ ആണ്, നോട്ട് ദ ലീസ്റ്റ് എന്നോർക്കുക. ബെറ്റർ സ്ലീപ്പാണ്. അതായത് ഇതെല്ലാം ചെയ്താലും ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ബെറ്റർ സ്ലീപ്പ് വേണം. നന്നായി ഒരു 7 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഉറക്കമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഒരുപാട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഏറ്റവും നല്ല മെഡിസിനും ഈ ഒരു നല്ല സ്ലീപ്പാണ്. അത് കിട്ടണം നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ അത് ഉറപ്പുവരുത്തുക. എനിക്ക് 7 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ എക്സാംസിനൊക്കെ പഠിക്കുന്നവർ മിനിമം നേരത്തെയൊക്കെ എഴുന്നേൽക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. അതും കളഞ്ഞ് നമ്മൾ പഠിക്കാതിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ എല്ലാം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് കയ്യിലുണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടിപ്സ്. അപ്പോൾ ഈ ഒരു 6 ടിപ്സ് ഞാൻ പറഞ്ഞു തന്നു. എന്നാൽ ഇതിൽ എല്ലാം ഇന്ന് നടത്തിയിട്ട് നാളെ നടത്താതിരിക്കേണ്ട ഓരോന്നല്ല. ഇതെല്ലാം ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതെല്ലാം നടക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു കൺസിസ്റ്റൻസിയാണ്. ഇന്ന് ചെയ്താൽ അത് നാളെയും ചെയ്യണം, അല്ലേ? അടുത്ത ദിവസവും ചെയ്യണം. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി, അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതിൽ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും രാത്രി അത് ചെയ്തോന്ന് ടിക്ക് ചെയ്ത്
ആ ഒരു രീതി ഒരു ജേർണലിംഗ് പോലെ ചെയ്തു പോയാൽ അത് കുറച്ചും കൂടി ഈ ഒരു കാര്യത്തിന് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ.